എന്താ എന്താ പ്രശ്നം? അറിഞ്ഞില്ലേ? ഇല്ല. എന്നാ വാ. അല്ല എന്താ പ്രശ്നം? നമ്മൾ ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോ വെറുതെ നമ്മുടെ എതിരെ വെറുതെ കുറെ അലിഗേഷൻസ് ആയിട്ട് വരിക. സ്വാഭാവികം. അതില് പറയാ എന്താ, യുവ നടന്മാർക്കിടയെ വല വീശുന്നതിനിടെ ഇതാ ഒരു പരൽമീൻ കൂടി ഇത്ര. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധ്യത ഇറക്കിയോ? എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാ, അതായത് ഞാൻ ദിലീപേട്ടന്റെ വീട്ടിലേക്ക് പോകാൻ പോവാ അത്ര. എന്തിനാന്നറിയോ? ദിലീപേട്ടനെ വല വീശാൻ. ഞാൻ ദിലീപേട്ടന്റെ വീട്ടിൽ പോയിട്ട് കാവ്യ ചേച്ചിയുടെ ജീവിതം തകർക്കാൻ പോവാ അത്ര. അല്ലെങ്കിലും പണക്കാരെയും ഫേമസ് ആയവരെയും ബഹുമാനിക്കാൻ ഈ മലയാളി കിഴങ്ങന്മാർക്ക് അറിയില്ലല്ലോ. ശരിയാ സാറേ, ഇത് ഞാൻ അറിയാത്തൊരു കാര്യമാണ്. സോ എന്നെ കൊണ്ട് വെറുതെ കേസ് കൊടുപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പിന്നെന്താ എനിക്ക് പറയാനുള്ളത്? ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായില്ലല്ലോ. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ട്രോൾസിനെയും കമന്റ്സിനെയും പറ്റിയിട്ട് തന്നെയാണ്. ട്രോൾസ് ആൻഡ് കമന്റ്സ്. ഈ ട്രോൾസിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ട്രോൾസിന്റെ ഉദ്ദേശം ആൾക്കാരെ കളിയാക്കുക എന്നുള്ളതാണ്. അങ്ങനെ പറയരുത്, എല്ലാവരും അങ്ങനെ കാണരുത്. എല്ലാവരും അത്രക്കാരല്ല. ഈ സർപ്പത്തിൽ തന്നെയല്ലേ വിഷമുള്ളതും വിഷമില്ലാത്തതൊക്കെ. ഈ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ട്രോൾസും ഈ വൃത്തികെട്ട കമന്റ്സും മാത്രമേ ഉള്ളൂ. ഒരു തരത്തിലുള്ള അടിച്ചമർത്തലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ. അടിച്ചമർത്തലാണ് ഇവിടെ സംഭവിക്കണേ. ഞാൻ ഈ പറയാൻ പോണത് എന്താവും, എവിടെ എത്തും ഒന്നും എനിക്കറിയില്ല. എവിടെ എത്തിയാലും, കാരണം എനിക്കിപ്പോ നഷ്ടപ്പെടാനൊന്നുമില്ല. എനിക്ക് പറയാനുള്ളത് പിണറായി വിജയൻ സാറിനോടാണ്, നമ്മുടെ ചീഫ് മിനിസ്റ്ററോടാണ്. എന്താ 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 നിന്റെ ഉദ്ദേശം? സാർ ദയവ് ചെയ്ത് ഒന്നാമത് ട്രോൾസ് ബാൻ ചെയ്യാനുള്ള ഒരു നടപടി സാർ വിചാരിച്ചാൽ നടക്കും. ട്രോൾസ് ബാൻ ചെയ്യാനുള്ള ഒരു നടപടി സാർ എടുക്കണം. ചിലപ്പോ ഞാൻ ഇങ്ങനത്തെ തല്ലിപ്പൊളി വിറ്റുകളും അടിക്കും. ഒന്ന് ട്രോൾസ് ബാൻ ചെയ്യണം. പിന്നെ എല്ലാവിടത്തെയും കമന്റ് സെക്ഷൻ ഓഫ് ചെയ്ത് വെക്കണം. എന്തോ പേടിയാകുന്നു. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. എടാ, നിനക്ക് ഞാനില്ലടാ. ഒന്നുമല്ലെങ്കിൽ നമ്മൾ ഒരു തൊഴിൽ ചെയ്യുന്നവരല്ലേ.